സുഹൃത്തുക്കളെ, പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ ഹൈവേ വന്നതാണല്ലോ, ഒരുപാട് അപകടങ്ങൾ ഇടക്കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ കേട്ടോ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മുനീർ ഭായ്. എന്തൊക്കെ? നല്ല സുഖം. പോയി വെക്കാം. ഒരു ഹൈവേ പോലീസിനെ പരിചയപ്പെട്ടു. ഇവർ പറഞ്ഞ് ഇനാഗുറേഷന് മുന്നേ തന്നെ 100ഓളം ആളുകൾ ഇപ്പോൾ മരിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിപ്ലവകരമായ മാറ്റമാണ് ഈ റോഡ് കൊണ്ടുള്ളത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ എന്നാലും നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് മറ്റൊരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടരുത്. നമ്മളതും കറക്റ്റാണ്. എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഹമ്പ് ഉണ്ട്, സ്പീഡ് ബ്രേക്കർ ഉണ്ട്. ഓക്കെ, ഈ സ്പീഡ് ബ്രേക്കർ ചാടി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു യെല്ലോ മാർക്കിംഗ് കണ്ടില്ല, അവിടെ നമ്മൾ വളരെ കെയർഫുൾ. ഇപ്പൊ ആ വണ്ടി ഇരിക്കുന്നത് ഭയങ്കര റോങ്ങാ. ആ വണ്ടി ഇപ്പം റോങ് സൈഡിൽ നിന്ന് കയറി കണ്ട അങ്ങനെ ഒരിക്കലും ഇപ്പൊ കണ്ടില്ല, നമ്മൾ ട്രാക്കിൽ കയറിപ്പോയി. അപ്പൊ അവിടുന്ന് ഒടിഞ്ഞാൽ കിട്ടില്ല, നേരെ ആ ട്രാക്കിൽ ആ വണ്ടി കയറി. പക്ഷെ ഈ ട്രാക്കിൽ വരുന്ന ട്രക്കുകളും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമ്മള് സർവീസ് റോഡിന് താഴെതാ ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം. ഇവിടുന്നൊന്നും നമ്മൾ മെയിൻ റോഡിലോട്ട് കയറാൻ പാടില്ല. ഇത് റെഡ് റിഫ്ലക്ടർ താഴെയുണ്ട്. പ്രഷർ ശ്രദ്ധിക്കുക. അത് അറിയുന്നവരാട്ടാ ഒരുപാട് പേരുള്ളത്. അറിയാത്തവർക്കാണ് ഞങ്ങൾ ഈ വീഡിയോ. ഇവിടെയും കഴിഞ്ഞപ്പോ റെഡാണ്, ഇത്രയും പിന്നെ മാർക്കിംഗും മാറി, സ്പേസിംഗ് ഉള്ളതാണ്. ഗ്രീൻ റിഫ്ലക്ടർ താഴെ ഉണ്ട്. അപ്പൊ നമ്മൾ മിററിൽ നോക്കിയിട്ട് ഫസ്റ്റ് ട്രാക്കിലേക്ക് കടക്കുന്നു, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കടക്കുന്നു. പിന്നെ സെൻട്രലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ മെല്ലെ ട്രാക്ക്. ഇതാണ് ഡ്രൈവിംഗ് ട്രാക്ക് എന്ന് പറയുന്നത്. മിഡിൽ നമ്മൾ ഫസ്റ്റ് ട്രാക്ക് ശരിക്കും ഹെവി വെഹിക്കിൾസിനാണ്. ലൈൻ ട്രാഫിക് നമ്മൾ അറിയണം. ഇപ്പം നമ്മളിപ്പോൾ പോണത് ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ്. അപ്പം നമ്മൾ ഇനി റൈറ്റ് സൈഡിലേക്ക് കയറണം. ഇപ്പോൾ നമ്മൾ മുന്നിലൊരു ബൈക്ക് ഉണ്ട്, റൈറ്റ് സൈഡിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു. ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ മിറർ നോക്കണം. ചിലപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടി ചിലപ്പോൾ 100 120 വരെ ഉണ്ടാവുക. അത് നോക്കിയിട്ട് വേണം നമ്മൾ ലൈൻ മാറാൻ വേണ്ടിയിട്ട്. വലിയൊരു പ്രശ്നം എന്താ പറയുക, ചില ഭാഗത്തൊക്കെ കേർസ് ആ വളവുണ്ടല്ലോ, ഹൈവേന്റെ വളവ് ഉണ്ട്, നല്ല പോലെ ഉണ്ട്. അത് നമ്മള് കേരളത്തിന്റെ ജോഗ്രഫി അങ്ങനെ പറ്റൂ. അല്ലാതെ തമിഴ്നാട് പോലെ ഒഴിഞ്ഞ കുറെ സ്ഥലങ്ങളൊന്നും ഇല്ല. എന്നാൽ തന്നെ ഇത് വലിയ സംഭവം തന്നെയാണ്. അപ്പൊ ആ വളവ് നമ്മൾ ശ്രദ്ധിക്കാന്ന് മാത്രം അല്ലേ. വളവില് ആക്സിഡന്റ്സ് ഉണ്ടാവണ എത്ര ആക്സിഡന്റ്സ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയാം. അത്രയും ആക്സിഡന്റ്സ് സംഭവിച്ചിട്ടുണ്ട്. ഒരു വണ്ടിയല്ല ആക്സിഡന്റ് ആവുന്നത്, ഒരു വണ്ടി കൊണ്ട് 6 7 വണ്ടികള് അതിലുള്ള ആളുകൾക്കും മരണം വരെ സംഭവിച്ചേക്കാം. കോട്ടക്കൽ മലപ്പുറം എക്സിറ്റ് ബോർഡ് ഉണ്ട്. എക്സിറ്റ് ബോർഡ് കണ്ടു നമ്മൾ കോട്ടക്കൽ കാണുന്നുണ്ട്. ആ ബോർഡ് കണ്ട വഴിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ട്രാക്കിലേക്ക് മാറുക. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എക്സിറ്റ് എടുക്കുകയാണ്. എക്സിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ എക്സിറ്റ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ മുന്നേ ഈ ട്രാക്കിൽ വരണം. വന്ന് ഈ ഗ്രീൻ കാണുന്നിടത്തു നിന്നാണ് നമ്മൾ ഈ ട്രാക്ക്